കണ്ണൂർ വിഷൻ പടയൊരുക്കം ഇന്ന് വീരപഴശ്ശിയുടെ മണ്ണിൽ നിന്നാണ്. മട്ടന്നൂർ നിയമസഭാ മണ്ഡലം. ഏത് മുന്നണികളും കൊതിക്കും ഇതുപോലൊരു മണ്ഡലം. ചുവപ്പുകോട്ട എന്ന് മാത്രം വിശേഷിച്ചാൽ പോരാ മട്ടന്നൂരിനെ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ കാറിൽ MLA എന്ന ബോർഡ് തൂക്കാൻ പറ്റുന്ന മണ്ഡലം. ഇടതുപക്ഷത്തിന് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത നിയമസഭാ മണ്ഡലമാണ് മട്ടന്നൂർ. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചാൽ മാത്രം എന്തെങ്കിലും ചലനമുണ്ടാകുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മട്ടന്നൂർ വിസ്മയിപ്പിച്ചത് LDFന്റെ ഭൂരിപക്ഷത്തിലാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിന്റെ ഇരട്ടിയോളം ലീഡ് നേടിയ മണ്ഡലം. VK സനോജാണ് LDFന് വേണ്ടി മട്ടന്നൂരിൽ കളത്തിലിറങ്ങുന്നത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സനോജ്. എന്നാൽ ഇത്തവണ ചിത്രം മാറും ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് UDFും അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി കോൺഗ്രസ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന സവിശേഷത കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. ചന്ദ്രൻ തില്ലങ്കേരി എന്ന കോൺഗ്രസിന്റെ ജനകീയനായ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി വലിയ ചലനമുണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UDF. പ്രചരണ രംഗത്തും ആ വീറും വാശിയുമൊക്കെ നമുക്ക് കാണാം. NDAയും വലിയ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്നു മട്ടന്നൂർ. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ബിജു എളക്കുഴിയെ തന്നെ വീണ്ടും രംഗത്തിറക്കി വോട്ട് ശതമാനത്തിൽ വലിയ വർധനവ് ലക്ഷ്യമിടുകയാണ് NDA. ബിജു എളക്കുഴിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ സ്വീകാര്യത ലഭിക്കും എന്ന പ്രതീക്ഷയാണ് NDAക്കുള്ളത്. എന്തായാലും മട്ടന്നൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം എന്താകും? മട്ടന്നൂരിൽ LDFന് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ? ഇതൊക്കെയാണ് മണ്ഡലത്തിലെ പൊതുവായ ചർച്ച. കണ്ണൂർ വിഷൻ പടയൊരുക്കം ആരംഭിക്കുന്നു മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ ഇടവും വലവും നിൽക്കുകയാണ്. വി വസീഫും VK സനോജും DYFയുടെ സംസ്ഥാന ഭാരവാഹികൾ. വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെമ്പാടും നടക്കുമ്പോൾ മട്ടന്നൂരിൽ VK സനോജിനായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വി വസീഫ് എത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കേരളം ഒന്നാകെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വയനാട്ടിലെ വീടെവിടെ കോൺഗ്രസ് എന്ന ചോദ്യം. ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ്
ഈ യുവത മുന്നോട്ടേക്ക് പോകുന്നത്? എല്ലാ പ്രസംഗങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ, ആളുകൾ ഒക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഇതുവരെ പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല. വി വസീഫിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വീടെവിടെ കോൺഗ്രസേ? ഈ ചോദ്യത്തിന് എന്തെങ്കിലും നമുക്ക് ഉത്തരം കിട്ടൂ? അല്ല, കോൺഗ്രസിൽ നിന്ന് ഒന്നിനും നമുക്ക് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നില്ല. ആളുകളെ പറഞ്ഞ് പറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിന് ഡോക്ടറേറ്റ് എടുത്തവരാണ് കോൺഗ്രസിലുള്ള നേതാക്കന്മാരെല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളതല്ല, എങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക, എങ്ങനെ അവരുടെ കണ്ണ് മൂടിക്കെട്ടാം എന്നുള്ളതാണ് അവരെല്ലാ ഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നത്. അവരിപ്പോൾ ചെയ്യുന്നത് എന്താ? ഞങ്ങൾ കൊടുത്ത പണത്തെ പോലും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി അതിൻ്റെ ഇൻട്രസ്റ്റ് എവിടെ, അത് ഏത് ബാങ്ക് അക്കൗണ്ടിലാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പത്രക്കാരെ വിളിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് ഞാനും സനോജും കൂടി തന്നെ പത്രസമ്മേളനം നടത്തി സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു കൊടുത്തു. അതിനുശേഷവും ഞങ്ങൾ പത്രക്കാരെ കണ്ടു. ഞങ്ങളുടെ അക്കൗണ്ട്, കനറ ബാങ്കിലുള്ള ഞങ്ങളുടെ അക്കൗണ്ടും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പുറത്തു വെച്ചു. പത്രക്കാരോട് പരിശോധിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ വെല്ലുവിളിച്ചു അവരോട്, ഇങ്ങനെ കാണിക്കാൻ ധൈര്യം ഉണ്ടോയെന്ന്. ഇതാ സുതാര്യത, ഇതാ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടന ചെയ്യേണ്ട കാര്യം. ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ച് 100 വീടിനുള്ള പണം കൊടുത്തു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട, കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ട ടൗൺഷിപ്പ് പദ്ധതിയിലേക്കാണ് ഞങ്ങൾ പണം കൊടുക്കുന്നത്. എന്നാൽ ഇവരുടെ യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. ഗത്യന്തരമില്ലാതെ അവസാനം ഇത്ര പണം കിട്ടിയെന്ന്. എത്ര പണം കിട്ടി? 86 ലക്ഷം കിട്ടിയെന്ന് ആദ്യം ഇവരുടെ പ്രസിഡന്റ് പറഞ്ഞത്. പിന്നെ 1 കോടി രൂപയായി ഞങ്ങൾ KPCCക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് അവസാനം ഒന്നും കാണാനില്ല. എത്ര പണമാണ് കിട്ടിയത് ഒന്നും പറയുന്നില്ല. പിന്നെ അവരൊരു 3.5 ഏക്കർ സ്ഥലം എടുത്തു എന്ന് പറഞ്ഞു വയനാട്ടിൽ. ആ 3.5 ഏക്കറിൽ അവരെങ്ങനെയാണ് 230 വീടുണ്ടാക്കുക? അവർ ഈ സമൂഹത്തോട് പറയണ്ടേ 3.5 ഏക്കറിൽ 230 വീടുണ്ടാക്കാൻ പറ്റുമോ? അവർ പറയുന്നത് 7 സെൻറ്റ് കൊടുത്തിട്ടുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അതും പോട്ടെ, അവിടെ ഒരു വീടിന് അപേക്ഷ കൊടുക്കണ്ടേ? ഒരു പ്ലാന് വാങ്ങണ്ടേ? എന്തെങ്കിലും ഒരു അപേക്ഷ, ഒരു വെള്ളക്കടലാസിലെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും നുണ പറയുക കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെയും പോയി നോക്കി. ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. മാധ്യമങ്ങളും വന്നു, കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ വീടുണ്ടാക്കുന്നില്ല. അപ്പോൾ അടുത്ത ഇദ്ദേഹത്തിൻ്റെ സംസാരം എന്താ? ഞങ്ങൾ അടിച്ചോടിക്കുന്നു. ഇതാണ് പിന്നെ ഗത്യന്തരമില്ലാതെ പറയാണ്. ഇതാണ് അവരുടെ ഒരു രീതി. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. എല്ലാ ഘട്ടത്തിലും പറഞ്ഞ് ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ നോക്ക്, പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ തുടങ്ങിയത് എന്നാ? തുടർച്ചയായി ഇടതുപക്ഷം ഭരണത്തിൽ വന്നതിൻ്റെ ശേഷമല്ലേ? പ്രോഗ്രസ് കാർഡ് ഇറക്കുക കേരളത്തിലെ ഗവൺമെൻറ്. എന്തൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈ ജനങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞത്, അതിൽ എത്രത്തോളം ഞങ്ങൾ ചെയ്തു എന്ന് പ്രോഗ്രസ് കാർഡ് ഇറക്കി ജനങ്ങൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഏത് കാലമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്? മറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് ആളുകളെ കണ്ണഞ്ചിപ്പിച്ച് വോട്ടും വാങ്ങി ഇവർ പോകും അവരെ വഴിക്ക്. അതല്ലേ ഉണ്ടാവുക? അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. ഇവരൊക്കെ ഈ നാട്ടിൽ ഇതിനൊക്കെ മറുപടി പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ. അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം ഞങ്ങൾ ഈ നാടിന് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന മുന്നണി ഇടതുപക്ഷമാണ്. ആ മുന്നണി സത്യസന്ധമാണ്. ആ മുന്നണി നന്മയുടെ മുന്നണിയാണ്, മതനിരപേക്ഷ മുന്നണിയാണ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മുന്നണിയാണ്. കള്ളത്തരം പറഞ്ഞ് ഉഡായിപ്പ് കാണിച്ച് തല്ലി അധികാരത്തിന് വേണ്ടി ഈ നടക്കുന്ന കോൺഗ്രസ് മുന്നണിയെ ഈ ജനം തിരിച്ചറിയും. VK സനോജ് അടുത്തുണ്ട്. VK സനോജ് കേൾക്കണ്ട. എന്താണ് സനോജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ ആളെ നിർത്തി പറയുന്നതിലൊരു പ്രയാസമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പുതിയ കാലത്ത്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ ഒരു പുതിയ കാലത്ത് ഈ വലതുപക്ഷവൽക്കരണം രാജ്യത്തുടനീളം നടക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സംഘടനയെ ഏറ്റവും മികച്ച രീതിയിൽ വൈവിധ്യവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ്. പുതിയ പദ്ധതികൾ, പുതിയ ആശയങ്ങൾ എല്ലാം നടപ്പിലാക്കി ഏറ്റവും ചിട്ടയായി മുന്നോട്ട് പോകുന്ന, അതായത് നമ്മളൊക്കെ പറയും ഒരു നിശബ്ദ പോരാളി എന്ന് പറയുന്നത് പോലെ നല്ല ഒതുക്കത്തിൽ, നല്ല തന്മയത്വത്തോടു കൂടി ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവിടെ ഒരു സംഘടനാപരമായ നേതൃത്വത്തിൻ്റെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് ഇടപെടുന്ന, അതിന് ശേഷിയുള്ള, പ്രാപ്തിയുള്ള ഒരു നേതാവ്. മട്ടന്നൂർ ഭാഗ്യവാന്മാരാണ് മട്ടന്നൂരിലെ ആൾക്കാർ. തീർച്ചയായിട്ടും മട്ടന്നൂരുകാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ശൈലജ ടീച്ചർക്ക് ഒരു തുടർച്ച, നേരത്തെ EP-ക്ക് ഒരു തുടർച്ച എന്ന് പറയുന്നത് പോലെ കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തിന് യോജിക്കുന്ന പദ്ധതികളും പുതിയ സംവിധാനങ്ങളും ഒക്കെ ഈ മണ്ഡലത്തിലേക്ക്, പുതിയ വികസന പദ്ധതികളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന, ഇവർക്കൊക്കെ സമീപിക്കാൻ പറ്റുന്ന, ഇവിടെ തന്നെ പഠിച്ചും ഇവിടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ തുടക്കം കുറിച്ച ഈ മട്ടന്നൂരുകാരനായ ഒരു ജനപ്രതിനിധിയെ, കേരളം അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ കിട്ടുക എന്നുള്ളത് അവർക്ക് ഭാഗ്യം തന്നെയാണ്.
വി കെ സനോജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സനോജ്, ഈ മട്ടന്നൂരുകാരുടെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ആദ്യം ഇ.പി. ജയരാജൻ വരുന്നു, അതിനുശേഷം കെ ശൈലജ ടീച്ചർ വരുന്നു, അതിനുശേഷം ഇതാ വി കെ സനോജ് വരുന്നു. ഒരു നാടിൻ്റെ ഇതിനപ്പുറം എന്തു വേണം എന്നൊരു ചോദ്യമാണ് എല്ലാവരും അവർ സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ എങ്ങും ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കൊരു ചർച്ച മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മട്ടന്നൂരിൻ്റെ ചരിത്രം അറിയുന്ന ആർക്കും മറ്റൊരു കാര്യവും ചിന്തിക്കാൻ കഴിയില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവരുടെ പൾസ്? ഏറ്റവും മികച്ച ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ മട്ടന്നൂർ എന്ന് പറയുമ്പോൾ എൻ്റെ ബാലസംഘം കാലം മുതലുള്ള എൻ്റെ പ്രവർത്തന മണ്ഡലം തന്നെയാണ്. ഞാൻ പഠിച്ചത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, എൻ്റെ കോളേജ് വിദ്യാഭ്യാസം, എൻ്റെ SFI പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭൂരിഭാഗം സമയവും ചെലവഴിച്ചത് മട്ടന്നൂരാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് പരിചയക്കാരുണ്ട്, അടുത്തറിയുന്ന ആളുകളുണ്ട്. പിന്നെ പൊതു രാഷ്ട്രീയമുണ്ടല്ലോ, നിങ്ങളിപ്പോൾ അതിനെല്ലാം അപ്പുറത്താണ് കേരളത്തിൽ ഒരു ഇടത് ഭരണം തുടരണം എന്ന സാധാരണ നിലയിൽ 5 വർഷം കൊണ്ട് ഒരു ജനവിരുദ്ധ അല്ലെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവും. അത് 5 വർഷം കഴിഞ്ഞുണ്ടായില്ല, 10 വർഷം കഴിയുമ്പോൾ ഭരണത്തിന് അനുകൂലമായൊരു തരംഗമാണ് ആഞ്ഞു വീശുന്നത്. അപ്പോൾ അതുകൂടി ഇവിടെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഞെട്ടിപ്പിക്കുന്ന വിജയമാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന് ജനങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി പോവുക. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജയം അത് ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കെ ശൈലജയുടെ കാലത്ത് തന്നെ പലതും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ പഴശ്ശി ഡാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുകൂടി ഒന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായിട്ടും പഴശ്ശി ഡാമിൻ്റെ അതിപ്പം കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നുണ്ട്, മാത്രമല്ല കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാർഷിക മേഖലയെ ഇതുമായി കുറേ കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട്. ടൂറിസം ഡെവലപ്പ് ചെയ്യണം. ടൂറിസം ഇപ്പോൾ പടിയൂർ വലിയ കോടിക്കണക്കിന് രൂപ ടൂറിസത്തിന് വേണ്ടി ചെലവഴിക്കുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂറിസമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള വലിയ പദ്ധതികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ പടിയൂരിലാണ്. അപ്പോൾ വിദേശത്തു നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇവിടെ വരുന്നു, ഇവിടെ താമസിക്കുന്നു, ഇവിടുത്തെ ആയുർവേദം അവർ തിരിച്ചറിയുന്നു, അത് പഠിക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ അത് കാണാൻ ശ്രമിക്കുന്നു. പിന്നെ അന്താരാഷ്ട്ര നമ്മുടെ യോഗ പഠന കേന്ദ്രം ഇവിടെ തില്ലങ്കരിയിൽ വരികയാണ്. വിമാനത്താവളം ഇവിടെയുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുബന്ധമായിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ വമ്പൻ വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അന്താരാഷ്ട്ര ആയുർവേദ പഠന ഗവേഷണം എന്ന് പറഞ്ഞാൽ ആയുർവേദ പഠന ഗവേഷണം മാത്രമല്ല, അതിനനുബന്ധമായി എങ്ങനെ ടൂറിസം ഡെവലപ്പ് ചെയ്യാം, അതിനനുബന്ധമായിട്ട് എങ്ങനെ മറ്റ് സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് ഈ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അതിനെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അത് യോഗ പഠന കേന്ദ്രമായി കഴിഞ്ഞാലും വ്യവസായ വളർച്ചാ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി, വ്യവസായ പാർക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം എങ്ങനെ പ്രാദേശികമായി കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗങ്ങൾ നടത്തേണ്ടതുണ്ട്, വിദഗ്ധരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഇവരുടെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഫലപ്രദമായി അങ്ങോട്ട് ഇറങ്ങി നിൽക്കും എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഒരു റൗണ്ട് രണ്ടാം റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ടോ? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ആളുകൾക്കും ഡിവൈഎഫ്ഐയോട് ഒരു ഭയങ്കരമായ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിലൊന്ന്, നമ്മുടെ സഖാക്കൾ നിരന്തരം വീട് കയറുന്നു, പൊതിച്ചോറ് ശേഖരിക്കുന്നു. പിന്നെ ഡിവൈഎഫ്ഐ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടപ്പിലാക്കുന്നവരാണ് എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ട്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വയനാടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 25 വീട് പറഞ്ഞപ്പോൾ ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചു, അല്ല DYFI 25 പറഞ്ഞ് കുറഞ്ഞു പോയല്ലോ, ആ യൂത്ത് കോൺഗ്രസ് 30 പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു 50 പറഞ്ഞുകൂടായിരുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് കൊടുക്കാൻ വേണ്ടി, ഞാനും ചോദിച്ചു. അതെ നിങ്ങൾ കുറഞ്ഞു പോയല്ലെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കാൻ വേണ്ടി പറയുകയാണല്ലോ. അപ്പോൾ 25 പറഞ്ഞു, 100 കൊടുത്തു. അപ്പോൾ പറയുന്ന വാക്ക് പാലിക്കുന്നവരാണ് DYFI എന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തെ ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പം അതിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരാളെ സമീപിക്കുമ്പോൾ വലിയ സ്നേഹവായ്പും ഈ ആക്രിപറിക്കുകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ എന്താണ്, അല്ല അതിനൊക്കെ ജനങ്ങൾ മറുപടി പറയട്ടെ എന്നുള്ളതാണ്. ഞങ്ങളെ ആക്രിപറിക്കുകൾ എന്ന് പറഞ്ഞു, പൊതിച്ചോറിനെ അനാശാസ പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഭാവിയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കേണ്ടി വന്നല്ലോ. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും മട്ടന്നൂർ ഒരു ചരിത്ര ഭൂരിപക്ഷം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഉറപ്പായും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിലെ ജനങ്ങൾ LDFൻ്റെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും എന്ന നല്ല ആത്മവിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്.
ആ നിലയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട്. ഈ യുവാക്കൾ വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ LDFന്റെ പ്രകടന പത്രിക വന്നപ്പോൾ കഴിഞ്ഞ പ്രകടന പത്രികയിലെ ഏതാണ്ട് 580-ലധികം കാര്യങ്ങൾ നടപ്പാക്കിയ ഒരു സർക്കാർ എന്നുള്ള ഒരു പേര് LDF സർക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും വീണ്ടും പ്രകടന പത്രികയിൽ യുവാക്കൾക്ക് വലിയ രീതിയിലുള്ള ഇവിടെ പഠിക്കൂ, ഇവിടെ ജോലി ഉറപ്പ് എന്നുള്ള വാഗ്ദാനം കൂടി നൽകുകയാണ്. കേരളത്തിലെ മാത്രമല്ല ഇപ്പം യുവാക്കളെ കുറിച്ചുള്ള ഒരു പ്രശ്നം, ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ പഠിച്ച് ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്ക് ആളുകൾ പല പ്രദേശത്തേക്ക്, പല രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരിവിടെ തന്നെ പിടിച്ചിരുത്താൻ എന്താണ് വഴി? പിടിച്ചിരുത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ IT രംഗത്ത് മുന്നേറ്റം ഉണ്ടാവണം, ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവണം, ഇവിടെ വ്യവസായം നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യവസായ പാർക്ക് മാത്രമല്ല, അതിൻ്റെ നൂലാമാലകൾ ഒഴിവാക്കി കൊടുക്കണം. നിങ്ങൾ നോക്കി ഈ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം, ഇപ്പോൾ എത്ര നിയമങ്ങൾ, എത്ര ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട്. നമുക്ക് അറിയാലോ, അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നമുക്കറിയാം. പിന്നെ ഗതാഗത സൗകര്യം, നമ്മളിപ്പം ദേശീയപാത യാഥാർത്ഥ്യമാവുന്നു, നമ്മൾ സിൽവർ ലൈൻ മുന്നോട്ട് വെച്ചു, പക്ഷേ അതിനെല്ലാം ഇവർ അട്ടിമറിക്കാൻ ആവശ്യമായ ശ്രമം അവർ നടത്തി. എന്നാലും അതിനുള്ള വലിയ പരിശ്രമം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തെ ഇങ്ങോട്ട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ തലത്തിൽ ആകർഷിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫലപ്രദമായി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ ജോലിയെടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടും. ഇപ്പോൾ തന്നെ കേരളത്തിലേക്ക് 10,000-ൽ കൂടുതൽ കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ വരുന്നു. അത് ഈജിപ്തിൽ നിന്ന് വരുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് വന്നിട്ടുണ്ട്, ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്, അറബി രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്. അപ്പോൾ 10,000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വന്ന ഒരു വർഷം ഈ കഴിഞ്ഞൊരു വർഷമാണ്. ഇനി വരും വർഷങ്ങൾ അത് കൂടും. അപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിന്ന് കാണുന്ന നിലയിൽ വലിയ മാറ്റമുണ്ടായി. ആളുകൾക്ക് കൂടുതൽ ഇവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി പറ്റും. അതിലേക്ക് കേരളം ഡെവലപ്പ് ചെയ്യും. അതാണൊരു നോളജ് എക്കണോമിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ തോമസ് ഐസക്ക് ഒന്നാം ഗവൺമെൻറ് കാലത്ത് അവസാനം അവതരിപ്പിച്ച ബജറ്റിലാണ് ഈ നോളജ് എക്കണോമിയിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞത്. അന്ന് ആളുകൾക്ക് അത്ര ബോധ്യം വന്നിരുന്നില്ല. പക്ഷെ ഇന്നിപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ, എന്താണ് നോളജ് എക്കണോമി, അറിവിനെ തന്നെ എങ്ങനെയാണ് മൂലധനമാക്കി മാറ്റുക എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ കേരളം നല്ല നിലയിൽ മുന്നോട്ട് വന്നു. 8000-ഓളം സ്റ്റാർട്ടപ്പുകൾ വന്നു. ഇനിയും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ സമീപനം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരനും തൊഴിൽ കൊടുക്കുന്ന തൊഴിൽദാതാവായി മാറുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റം ഒരു മൂന്നാമത് ഗവൺമെൻറ് കൂടി വന്നാൽ അത്ഭുതകരമായ നിലയിൽ ഒരു വളർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി VK സനോജ് ഉള്ളത്. DYFയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തന രംഗത്ത് സജീവമാണ്. അഫ്സൽ, എന്താണ് ആളുകളിലൊക്കെ സമീപിക്കുമ്പോൾ ഒരു മൊത്തത്തിൽ ഉള്ള ഒരു പൾസ് എന്താണ്? DYFI എന്താണ് മനസ്സിലാക്കുന്നത്? ഇവിടെ യുവജനങ്ങളാകെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. മട്ടന്നൂരിൽ ഇവിടെ വന്ന സമയത്ത് ആവേശകരമായ അനുഭവമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ സ്വീകരിക്കാനെത്തിയത്. ഈ കുയിലൂരിലെത്തിയപ്പോൾ ഒരു കൗതുകമായി തോന്നിയൊരു കാര്യം, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ സഹോദരി കൂടി ഇവിടെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സഹോദരി പറയുന്നത് എൻ്റെ സഹോദരനാണ് സനോജ് എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സീനേച്ചിയുടെ സഹോദരൻ മാത്രമല്ല സനോജ്, മട്ടന്നൂരിൻ്റെ സഹോദരനാണ് സനോജ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോ ആളുകളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തനവും കാണുന്ന സന്ദർഭത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ വലിയ ലീഡ് തന്നെയാണ്. ആ ലീഡിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒക്കെ ഉള്ളത്. നിരവധി പേർ, അതായത് നട്ടുച്ച നേരത്തും സ്ഥാനാർത്ഥിയെ കാണാനും ആശംസകൾ നേരാനുമൊക്കെ ആളുകൾ വരികയാണ്. എന്താണ് VK സനോജ് എന്തൊക്കെയാ പറഞ്ഞത്? VK സനോജ് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തുടർന്ന് നടക്കും. VK സനോജ് നമ്മളെ നാട്ടുകാരനും കൂടിയാണല്ലോ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത്. ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ ആളുകളൊക്കെ എന്താ പറയുന്നത് സർക്കാരിനെ പറ്റിയൊക്കെ? ആളുകൾ സർക്കാരിനെ കുറിച്ച് മോശമൊന്നും പറയുന്നൊന്നുമില്ല, നല്ലതായിട്ട് തന്നെയാണ് പറയുന്നത്. നല്ല തുടരണം എന്ന് പറയുന്നുണ്ടോ? തുടരണം എന്ന് പറയുന്നുണ്ട്. തുടരണമല്ലോ, അതാണല്ലോ അതിൻ്റെ ശരി. തുടർന്നാലാണ് വികസനം മുന്നോട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് തുടരണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തുടങ്ങി വെച്ചതെല്ലാം പാതി വഴിക്ക് നിലച്ചു പോകും. അങ്ങനെയാണ് മട്ടന്നൂരിൻ്റെ ഒരു അവസ്ഥ. എന്താ മട്ടന്നൂരിൻ്റെ അവസ്ഥ? സനോജ് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുന്നതിനാണ്. കഴിഞ്ഞ തവണ 60,000 ആയിരുന്നു, ഒരു 78.
അത്രയും പോവോ? അത്രയും പോവും. നല്ല അത്രയും ആത്മവിശ്വാസം? അത്രയും ആത്മവിശ്വാസമുണ്ട്. എന്താണ് ആത്മവിശ്വാസത്തിന് കാരണം? എന്തായാലും എല്ലാ എല്ലാമേ തുടർച്ചയിലെ മേഖലയിലും നല്ല വിജയത്തിൽ തന്നെയാണ് പോകുന്നു വികസനം. എല്ലാ മേഖലകളിലും വികസനം വരുന്നുണ്ട്. സ്കൂളുകളിലായാലും ആശുപത്രികളിലായാലും റോഡുകളിലായാലും എവിടെ പോയാലും വികസനമേ കാണാനുള്ളൂ. അതൊക്കെ വോട്ടായി മാറും. അതെല്ലാം വോട്ടായി മാറും. മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരും. ഉറപ്പാണ്? ഉറപ്പാണ്, സംശയമൊന്നുമില്ല. സംശയമില്ല. VK സനോജിന്റെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഭൂരിപക്ഷം എത്ര കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത്? 60 കഴിയോ? 60 മേലെയാവും. 60 മുകളിൽ? 60 മുകളിൽ. മട്ടന്നൂരിൽ ഇന്നോളം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നിലും LDFന് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടില്ല. ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDFന്റെ കണക്കുകൂട്ടലുകളെല്ലാം. കഴിഞ്ഞ തവണത്തെ 60,000-ഓളം എന്ന ഭൂരിപക്ഷം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വിയർപ്പൊഴുക്കുകയാണ് മണ്ഡലത്തിൽ LDF. VK സനോജ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ് LDFന്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. KK ശൈലജ ടീച്ചറോളം ജനസമ്മിതിയോടെ VK സനോജ് മണ്ഡലത്തിൽ പര്യടന പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 60,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം തങ്ങൾ മറന്നു കഴിഞ്ഞു എന്നാണ് UDF നേതാക്കളും സ്ഥാനാർത്ഥിയുമൊക്കെ പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് 3,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം UDFനുണ്ടായി. ആ കണക്കിൽ വിശ്വസിക്കുകയാണ് UDF. അങ്ങനെ മണ്ഡലത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ചന്ദ്രൻ തില്ലങ്കേരിയും വ്യാപൃതനായിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടെ UDFും മണ്ഡലത്തിൽ സജീവം. NDA പറയുന്നത് 2 മുന്നണികളിൽ നിന്നും ഇത്തവണ വലിയ തോതിൽ വോട്ട് ചോരും എന്നാണ്. ആ ചോർച്ച NDAയുടെ പെട്ടിയിൽ വീഴും എന്ന് ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി ബിജു ഏളക്കുഴി. പ്രചരണ പ്രവർത്തന രംഗത്ത് NDAയും ഒട്ടും പിറകിലല്ല. വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ മുന്നണികൾ ഉന്നയിക്കുമ്പോൾ എന്താകും മട്ടന്നൂരിൻ്റെ മനസ്സ്? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മട്ടന്നൂരിലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ കോട്ട എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥികൾ കാണുന്നില്ല. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മട്ടന്നൂരിലും നടക്കുകയാണ്. പടിയൊരുക്കത്തിൻ്റെ മട്ടന്നൂർ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.